2026 ഫെബ്രുവരി 4 ഗാസിയാബാദിലെ ഭാരത് സിറ്റി സൊസൈറ്റിയിലെ ആ വലിയ ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിശബ്ദത തളം കിട്ടിയിരുന്നു. പക്ഷേ 9ാം നിലയിലെ ഒരു മുറിയിൽ മാത്രം 3 പെൺകുട്ടികൾ ഉണർന്നിരിപ്പുണ്ട്. അവർ ഡയറിയിൽ തങ്ങളുടെ മരണക്കുറിപ്പ് എഴുതുകയായിരുന്നു. ഞങ്ങളെ മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല. ഞങ്ങളുടെ സമാധാനം കൊറിയൻ മണ്ണിലാണ്. അവിടേക്ക് പോകാൻ ഞങ്ങൾക്ക് ഒരു വഴി മാത്രം. പിറ്റേന്ന് വെളുപ്പിന് ആ ഫ്ളാറ്റിന്റെ മുറ്റത്ത് 16ഉം 14ഉം 12ഉം വയസ്സുള്ള 3 സഹോദരിമാർ ചോരയിൽ കുതിർന്നു കിടന്നു. അവർ ദാരിദ്ര്യം കൊണ്ട് മരിച്ചവരല്ല. മൊബൈൽ സ്ക്രീനിൽ കണ്ടും കേട്ടും അറിഞ്ഞ കൊറിയ എന്ന ഭൂപ്രദേശത്തെയും അവിടുത്തെ സംസ്കാരത്തെയും കുറിച്ചുള്ള അമിതമായ ഇഷ്ടവും അന്ധമായ താല്പര്യവുമാണ് അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. സ്വയമേ ആ സംസ്കാരത്തെ വാരി അണിയുന്നതിന്റെ ഭാഗമായി അവർ തങ്ങളുടെ പേരുകൾ പോലും മാറ്റിയിരുന്നു. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൽ പോലും സമാനമായ നിരവധി സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആദിത്യ എന്ന 16 വയസ്സുകാരി പാറമടയിലെ വെള്ളത്തിൽ ജീവനൊടുക്കിയതും ഒരു കൊറിയൻ സുഹൃത്തിന് വേണ്ടിയായിരുന്നു. അവളുടെ ആത്മഹത്യാക്കുറിപ്പ് വായിച്ച പോലീസും വീട്ടുകാരും ഒരേപോലെ സ്തബ്ധരായി. സോഷ്യൽ മീഡിയയിലൂടെ അവൾ പരിചയപ്പെട്ട, ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു കൊറിയൻ സുഹൃത്ത് മരണപ്പെട്ടു എന്ന വാർത്തയാണ് ആ പെൺകുട്ടിയെ ഈ കടും കൈക്ക് പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ വർഷം മലപ്പുറത്ത് നിന്നും കോഴിക്കോട്ട് നിന്നും 3 പെൺകുട്ടികൾ കയ്യിൽ കുറച്ച് പണവും വസ്ത്രങ്ങളുമായി വീട് വിട്ടിറങ്ങി. പാസ്പോർട്ടും വിസയും ഒന്നുമില്ലാതെ കൊറിയയിലേക്ക് പോകാനായി ഇറങ്ങിയ കുട്ടികളെ ഭാഗ്യവശാൽ പോലീസ് കൃത്യസമയത്ത് കണ്ടെത്തി. ഫോൺ വാങ്ങി വച്ചതിനോ അല്ലെങ്കിൽ കൊറിയൻ താരങ്ങളെ കളിയാക്കി സംസാരിച്ചതിനോ മാതാപിതാക്കളുമായി പിണങ്ങി ആത്മഹത്യാശ്രമം നടത്തിയ ഡസൻ കണക്കിന് കേസുകൾ ഇന്ന് കേരളത്തിലെ വിവിധ കൗൺസിലിംഗ് സെന്ററുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൊറിയൻ ഭാഷ പഠിച്ചാൽ മതി, ഇനി ഇവിടുത്തെ സ്കൂളിൽ പോകണ്ട എന്ന് വാശി പിടിച്ച് പഠനം പാതിവഴിയിൽ നിർത്തിയ കുട്ടികൾ പോലുമുണ്ട് നമുക്കിടയിൽ. കൊറിയൻ താരങ്ങളെ പോലെ ആകാൻ വേണ്ടി കടുത്ത ഡയറ്റിംഗ് നടത്തി ആശുപത്രിയിലായ കുട്ടികളുടെ എണ്ണവും കുറവല്ല. ഹോളിവുഡ് താരങ്ങളുടെ സ്റ്റൈലിനും ബോളിവുഡ് നായകന്മാരുടെ ഗ്ലാമറിനും പിന്നാലെ പാഞ്ഞിരുന്ന നമ്മുടെ യുവതലമുറ ഇന്ന് അപരിചിതമായ ഭാഷ സംസാരിക്കുന്ന കൊറിയൻ താരങ്ങൾക്ക് പിന്നാലെ പോകുന്നത് എന്തുകൊണ്ടാണ്? 2000ത്തിന്റെ തുടക്കത്തിൽ മണിപ്പൂർ അടക്കമുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് കൊറിയൻ സിനിമകളും ഗാനങ്ങളും ആദ്യമെത്തിയത്. പ്രാദേശിക വിഘടനവാദ ഗ്രൂപ്പുകൾ ഹിന്ദി സിനിമകൾ നിരോധിച്ചപ്പോൾ പകരമായി വടക്കുകിഴക്കൻ ഇന്ത്യക്കാർ തിരഞ്ഞെടുത്തത് കൊറിയൻ വിനോദസഞ്ചാര ചാനലുകളെയും സിനിമയെയുമായിരുന്നു. പക്ഷേ ഇന്ത്യ മുഴുവൻ കൊറിയൻ സംഗീതത്തെ അറിഞ്ഞു തുടങ്ങിയത് PSY എന്ന ഗായകന്റെ ഗന്നം സ്റ്റൈൽ എന്ന ഗാനത്തിലൂടെയാണ്. അതൊരു ആഗോള പ്രതിഭാസമായി മാറിയതോടെ കൊറിയൻ പോപ്പ് സംഗീതം ഇന്ത്യക്കാരുടെ ശ്രദ്ധയിലുമെത്തി. കൊറോണ കാലത്തെ ലോക്ക്ഡൌൺ ആണ് കൊറിയൻ തരംഗത്തെ ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്തിച്ചത്. എല്ലാവരും വീട്ടിനുള്ളിലിരുന്നപ്പോൾ OTT പ്ലാറ്റ്ഫോമുകൾ വഴി കൊറിയൻ ഡ്രാമകളും BTS പോലുള്ള ബാൻഡുകളും ഇന്ത്യക്കാർക്കിടയിൽ വൻതോതിൽ പ്രചരിച്ചു. കൊറിയൻ സിനിമകളിലെയും സീരീസുകളിലെയും നായകന്മാരും നായികമാരും സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടത് യാതൊരു കുറവുമില്ലാത്ത രൂപത്തിലാണ്. തിളങ്ങുന്ന ചർമ്മം, കൃത്യമായ ശരീരാകൃതി, ആകർഷകമായ വസ്ത്രധാരണം എന്നിവ ഇവർക്ക് ചുറ്റും ഒരു ദിവ്യ പരിവേഷം നൽകുന്നു. സ്ഥിരമായി ഇത് കാണുന്ന കുട്ടികൾ തങ്ങളുടെ രൂപത്തെക്കുറിച്ച് അപകർഷതാബോധം അനുഭവിക്കാൻ തുടങ്ങുന്നു. സ്ക്രീനിലെ പെർഫെക്ഷൻ യഥാർത്ഥ ജീവിതത്തിൽ കിട്ടാനായി അവർ പട്ടിണി കിടക്കുകയും ക്രീമുകൾ വാരി തേക്കുകയും ചെയ്യുന്നു. മിക്ക കൊറിയൻ ഡ്രാമകളിലെയും നായകന്മാർ അങ്ങേയറ്റം മൃദുവായ സ്വഭാവമുള്ളവരും സ്ത്രീകളെ ബഹുമാനിക്കുന്നവരും സ്നേഹമുള്ളവരുമാണ്. നമ്മുടെ നാട്ടിലെ പരുക്കൻ ജീവിത സാഹചര്യങ്ങളും വീടുകളിലെ വഴക്കുകളും ചുറ്റുമുള്ള പുരുഷന്മാരുടെ സ്വഭാവ രീതികളും കണ്ടു വളരുന്ന ഒരു പെൺകുട്ടിക്ക് സ്ക്രീനിലെ ഈ നായകൻ ഒരു സ്വപ്ന പുരുഷനായി മാറുന്നു. തന്റെ സങ്കടങ്ങൾ മാറ്റാൻ അയാൾക്ക് മാത്രമേ കഴിയൂ എന്ന് അവർ വിശ്വസിക്കുന്നു. സോഫ്റ്റ് മാസ്കുലിനിറ്റി എന്ന ആശയമാണ് കൊറിയൻ താരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. പരുക്കൻ ഭാവങ്ങളില്ലാത്ത, മേക്കപ്പ് ധരിക്കുന്ന, വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന നായകന്മാർ കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് കൂടുതൽ സുരക്ഷിതത്വ ബോധം നൽകുന്നു. ഇന്ത്യൻ സിനിമകളിൽ പലപ്പോഴും കാണാറുള്ള പുരുഷാധിപത്യ സ്വഭാവങ്ങളിൽ നിന്നുള്ള ഒരു മോചനമായി കുട്ടികൾ ഇതിനെ കാണുന്നു. കൊറിയൻ ഡ്രാമകളിൽ ദാരിദ്ര്യമോ കഷ്ടപ്പാടോ കാണിച്ചാൽ പോലും അതും വളരെ സ്റ്റൈലിഷ് ആയിരിക്കും. മനോഹരമായ പശ്ചാത്തല സംഗീതം, വൃത്തിയായ തെരുവുകൾ, ഭംഗിയുള്ള വീടുകൾ എന്നിവയാൽ ആ ലോകം സമ്പന്നമാണ്. പഠന സമ്മർദ്ദം, പരീക്ഷാ പേടി, വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് കൊറിയൻ ലോകം ഒരു ഹെവൻലി എസ്കേപ്പ് ആണ്. അവിടെ അവർക്ക് സമാധാനവും സന്തോഷവും ലഭിച്ചതായി തലച്ചോർ തെറ്റിദ്ധരിക്കുന്നു. ഈ ഡ്രാമകളിലെ വേഗത കുറഞ്ഞ പ്രണയരംഗങ്ങളും വൈകാരികമായ നിമിഷങ്ങളും തലച്ചോറിൽ സന്തോഷം നൽകുന്ന ഡോപ്പമിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ അടുത്തതിനായി കുട്ടികൾ വെമ്പുന്നത് ഈ ഹോർമോൺ നൽകുന്ന സുഖം കാരണമാണ്. പതുക്കെ അവർ യഥാർത്ഥ ലോകത്തേക്കാൾ കൂടുതൽ ഈ സാങ്കല്പിക ലോകത്തെ സ്നേഹിക്കുന്നു. യഥാർത്ഥ ജീവിതത്തിൽ ആരെങ്കിലും തങ്ങളെ ശാസിക്കുമ്പോൾ അല്ലെങ്കിൽ തടയുമ്പോൾ കുട്ടികൾ ഉടൻ തന്നെ സ്ക്രീനിലെ ആ പെർഫെക്റ്റ് ലോകത്തേക്ക് ഓടി ഒളിക്കുന്നു. നമ്മുടെ തലച്ചോറിന് സ്ക്രീനിൽ കാണുന്ന വ്യക്തിയോടും നേരിട്ട് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയോടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പ്രയാസമാണ്. ഒരു താരം ക്യാമറയിൽ നോക്കി സംസാരിക്കുമ്പോൾ തലച്ചോറിലെ മിറർ ന്യൂറോണുകൾ ഉത്തേജിപ്പിക്കപ്പെടുന്നു. ആ വ്യക്തി നമ്മളെ നേരിട്ട് നോക്കുകയാണെന്നും നമ്മളോട് സംസാരിക്കുകയാണെന്നും തലച്ചോറ് തെറ്റിദ്ധരിക്കുന്നു. കൊറിയൻ താരങ്ങൾ അവരുടെ ലൈവ് വീഡിയോകളിൽ ക്യാമറയ്ക്ക് തൊട്ടടുത്ത് വന്നിരുന്ന് സംസാരിക്കും. ഈ ഐ കോണ്ടാക്ട് തലച്ചോറിൽ ഓക്സിറ്റോസിൻ എന്ന ലവ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നു. ഇത് ആ താരത്തോടുള്ള വിശ്വാസവും സ്നേഹവും വർദ്ധിപ്പിക്കുന്നു.
ഇത്തരത്തിലുള്ള മിക്ക കൊറിയൻ മീഡിയ കമ്പനികളും താരങ്ങളെ പ്രണയിക്കാൻ അനുവദിക്കില്ല. കാരണം താരം പ്രണയത്തിലാണെന്ന് അറിഞ്ഞാൽ ആരാധകർ കുറയുമെന്നും അത് ബിസിനസിനെ ബാധിക്കുമെന്നും അവർ ഭയപ്പെടുന്നു. യഥാർത്ഥ ജീവിതത്തിൽ മാതാപിതാക്കൾ പഠിക്കാൻ പറഞ്ഞ് വഴക്കിടുമ്പോൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ കളിയാക്കുമ്പോൾ ഈ കുട്ടികൾ ആ താരത്തിന്റെ വീഡിയോകളിലേക്ക് ഓടി ഒളിക്കുന്നു. അവിടെ അവർക്ക് കിട്ടുന്നത് ഡാർലിംഗ്, സ്വീറ്റി എന്നൊക്കെയുള്ള വിളികളാണ്. ഇത് തലച്ചോറിൽ ഒരു കപട സുരക്ഷിതത്വ ബോധമുണ്ടാക്കുന്നു. പതുക്കെ പതുക്കെ യഥാർത്ഥ ലോകത്തേക്കാൾ അവർ ആ സ്ക്രീനിനുള്ളിലെ ലോകത്തെ സ്നേഹിച്ചു തുടങ്ങുന്നു. ദക്ഷിണ കൊറിയയുടെ GDPയുടെ ഏകദേശം 15% വരുന്നത് ഈ സാംസ്കാരിക കയറ്റുമതിയിൽ നിന്നാണ്. ആരാധകരുമായി നിരന്തരം സംവദിക്കാൻ വീവേഴ്സ്, ബബ്ലി തുടങ്ങിയ പ്രത്യേക ആപ്പുകളും അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഓരോ മിനിറ്റിലും താരം മെസ്സേജ് അയക്കുന്നു എന്ന തോന്നൽ കുട്ടികളിൽ ഒരു അഡിക്ഷൻ ഉണ്ടാകുന്നു. കൊറിയൻ താരങ്ങളെ ഐഡൽസ് അഥവാ വിഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത് തന്നെ അവരെ മനുഷ്യർക്ക് മുകളിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയാണ്. തങ്ങളുടെ താരത്തിന് ഒരു ചെറിയ സങ്കടം വന്നാൽ പോലും അത് സ്വന്തം വേദനയായി കുട്ടികൾക്ക് തോന്നുന്നത് ഈ ബ്രാൻഡിങ്ങിന്റെ ഫലമാണ്. ആരാധകർക്കിടയിൽ BTS, ആർമി, ബ്ലിങ്ക് എന്നിങ്ങനെയുള്ള സൈനിക പേരുകൾ നൽകുന്നത് വഴി കുട്ടികളിൽ ഒരു സംഘബോധം അവർ സൃഷ്ടിക്കുന്നു. ഇതിലൂടെ തങ്ങളുടെ ഗ്രൂപ്പിന് വേണ്ടി ഏതറ്റം വരെ പോകാനും അവർ പ്രേരിതരാകുന്നു. ഗാസിയാബാദിലെ ആ 3 സഹോദരിമാരുടെ ഡയറിയിൽ എഴുതിയതുപോലെ കൊറിയൻ മണ്ണിൽ മാത്രമേ സമാധാനമുള്ളൂ എന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികളും വിശ്വസിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ പരാജയപ്പെടുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കൂടിയാണ്. സ്ക്രീനിൽ തിളങ്ങുന്ന ചർമ്മവും ചിരിക്കുന്ന മുഖവുമായി നിൽക്കുന്ന താരങ്ങൾ പോലും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന യാഥാർത്ഥ്യം അവരെ പറഞ്ഞു മനസ്സിലാക്കുക. ലഹരിക്ക് അടിമയായ ഒരാളോട് പെട്ടെന്ന് അത് നിർത്താൻ പറഞ്ഞാൽ അയാൾ കാണിക്കുന്ന അക്രമാസക്തമായ ആ വിഡ്രോവൽ സിംറ്റംസ് ആണ് നാം ചോറ്റാനിക്കരയിലും ഗാസിയാബാദിലും കണ്ടത്. അതുകൊണ്ട് ശിക്ഷാ നടപടികളല്ല, മറിച്ച് സ്നേഹപൂർണമായ ഇടപെടലുകളാണ് നമുക്ക് ആവശ്യം. സ്ക്രീനുകളിലെ സാങ്കല്പിക സുഹൃത്തുക്കളെക്കാൾ വിലപ്പെട്ടതാണ് യഥാർത്ഥ ലോകമെന്ന് അവർക്ക് അനുഭവപ്പെടണം. ഡിജിറ്റൽ ലോകത്തെ ആ 5.5 ഇഞ്ച് സ്ക്രീനപ്പുറം അതിനേക്കാൾ സുന്ദരമായ ഒരു ലോകമുണ്ടെന്ന് അവർ തിരിച്ചറിയണം.